ത്രീ ഗാങ്സ്റ്റേഴ്സ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ആൻഡ് ഇത് എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അത് ഫുൾ ഫോറസ്റ്റ് ആണ്. ഇവിടുന്ന് ഒരു കിലോമീറ്ററോളം ഫോറസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് റോഡുണ്ട്. അത് കൊമരംകുടി എന്ന് പറയും. അങ്ങോട്ടും ഭയങ്കര കാടാണ്. ഇവിടെ ആനയെല്ലാം ഉണ്ട്. ആന, പുലി, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫസ്റ്റ് ഇവിടെ വരുന്നവർക്കാണെങ്കിൽ പേടിയാവും. ആന ഈ കാട് കാണുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കും ഫസ്റ്റ് വരുമ്പോൾ. പിന്നെ ഇതാണ് ഭയങ്കര വലിയൊരു ഫോറസ്റ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു അമ്മച്ചിപ്പേഴുണ്ട്. ഇത് പണ്ട് ഉള്ളവര് വിശ്വസിക്കുന്ന ആന ഇവിടെ വരുമ്പോൾ ആന എങ്ങാനും ഇവിടെ വെച്ച് ആനയെ കാണുവാണെങ്കിൽ ഇതിൻ്റെ മണ്ടേ കയറിയിരിക്കും. ആന ഇത് കുലിക്കുക, വീഴത്തില്ല. അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഇവിടെ. പിന്നെ ഇത് നല്ല രസമാണ്. ഇവിടെ നല്ല വൈബാണ്. ഇവിടെയൊക്കെ ആന വന്നിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്ക് ഒരു വട്ടം അച്ഛനും അമ്മയുടെ ഇതിലെ പോയപ്പോൾ ഒരു ആനയൊക്കെ കണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് വന്നപ്പോൾ ഒരു കുട്ടി ആനയും എൻ്റെ ആ കുട്ടി ആനയുടെ അമ്മയും ഇതിലെ പോകുന്ന കണ്ടായിരുന്നു. അപ്പം ഞാനും അച്ഛൻ്റെ കുടുംബ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇവിടെ വരുന്നവർക്ക് പേടിയാവും, കാരണം ദൂരത്തെ കാടാണ്. 1 കിലോമീറ്ററോളം ഉണ്ട് കാട്. പക്ഷേ നല്ല രസമാണ്. പച്ചപ്പും എല്ലാം, നടുക്കൊരു കൊച്ചു റോഡും. നല്ല രസമാണ് ഇവിടെ വരാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ അടുപ്പിച്ച് വീടില്ലെങ്കിലും കുറച്ച് ദൂരെയായിട്ട് വീടുകളുണ്ട്. ഏതാണ്ടൊരു 5-6 വീടുണ്ട്. ഈ പരിസരത്ത് 5-6 വീടോളം ഉണ്ട്. അത് കഴിഞ്ഞ് കൊമരംകുടിയിലോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് വീടുകളുണ്ട്. കൊമരംകുടിയിലോട്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ അടുപ്പിച്ച് ഇടാം. അപ്പോൾ ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഇതാണ് ഇവിടുന്ന് കുറച്ചോളം പോയത് കുടുംബ വീട്ടിലോട്ട്. അവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വഴി. ഇവിടെ ആന വന്നിട്ടുണ്ട്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇതിലാണ് പോകുന്നത്. ഇതാണ് ഞങ്ങൾ കുടുംബ വീട്ടിൽ പോകുന്ന വഴി. അങ്ങോട്ട് ടാർ ചെയ്തിട്ടില്ല, കട്ടറാണ്. അച്ചാച്ചൻ്റെ കുറെ കൃഷിയും ഒക്കെ ഉണ്ട്. ഇവിടെ 2 സൈഡും ഫുള്ള് കാടായിരുന്നു. കുറെ വെട്ടി വൃത്തിയാക്കി ഇട്ടേക്കുവാണ്. എന്തേലും വന്ന് നിന്നാൽ അറിയണ്ടേ ആന വല്ലോ. ഇവിടെ ആന വന്നിട്ടുണ്ട്. ഈ വളവിൻ്റെ അവിടെ ആന വന്ന് അടയ്ക്കാമരമൊക്കെ പിഴുതിട്ട് വിഷയമാക്കിയതാണ്. ഇത് മഴയത്തൊക്കെ ഇവിടെ അടയ്ക്കാമരമൊക്കെ ഉണ്ട്. ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ വെട്ടി മാറ്റിയതാണ്. ഇതാണ് അച്ചാച്ചൻ്റെ കൃഷി. ഇത് ആന പിഴുതിട്ട ഇതാണ് അച്ചാച്ചൻ്റെ കൃഷി. എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബ വീട് കാണിച്ചു തരാം. ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ കുളമുണ്ടല്ലോ. നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. സൈഡിൽ ഇവിടെ കുളമൊക്കെ ഉണ്ട്. ഇതാണ് കുടുംബ വീട്. അതാണ് കുടുംബ വീട്. ഇങ്ങനെ പാറക്കുട്ടിയൊക്കെ ഇപ്പോൾ ഉണ്ട്. പാറക്കുട്ടി. ഇതാണ് കുടുംബ വീട്. പറയാൻ പോകുന്നത് അച്ഛൻ്റെ കൃഷിയെ പറ്റിയാണ്. അച്ഛനപ്പോൾ കുറേ കൃഷിയുണ്ട്. ചേന, ചേമ്പ്, കാച്ചിൽ, വാഴ, കൈതച്ചക്ക, ഇങ്ങനെ കുറേ കൃഷിയുണ്ട്. അപ്പോൾ ഇതാ വാഴയൊക്കെ ഇവിടെ ഉണ്ട്. വാഴ. പിന്നെ കൈതച്ചക്ക ഇവിടെ നിൽപ്പുണ്ട്. കൈതയുണ്ട്. ചക്ക നമ്മൾ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് നാളെ വിപണി കൊടുക്കാനായിട്ട് വെച്ചേക്കാണ്. താഴെയും കുറേ ഇരിപ്പുണ്ട്. ഇതാണ് കൈതച്ചക്ക. കൈതയും ചക്കയും രണ്ടും കൂടെ ഉള്ളതുണ്ട്. ഇതാണ്. പിന്നെ ഇത് നാളെ വിപണി കൊണ്ടുപോകാനായിട്ട് എല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി കൊല താഴെ ഇരിപ്പുണ്ട്. കൊലയുടെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാവുന്നതാണ്. ഇനി ഇത് നാളെ ഇത് വിപണി കൊണ്ടുപോകാനായിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഒത്തിരി ഉണ്ട്. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്.
ചേനയും കാച്ചിലും ഒക്കെ താഴെ കണ്ടത്തിലാണ് ആ കൃഷിയൊക്കെ. അതിൻ്റെ ഇതാണ് അതിൻ്റെ ഇത്. ഇനി അങ്ങോട്ട് മുകളിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വലിയ ഒത്തിരി ഇടത്തുണ്ട് ഇങ്ങനെ വാഴ ഇതൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനി ഇന്ന് കൊണ്ടുപോകണം. ഇനി താഴെ കുറേ കൈതച്ചക്കയൊക്കെ ഇരിപ്പുണ്ട്, അതല്ലാതെ ഇന്നിനി എല്ലാം വണ്ടി കയറ്റി കൊണ്ടുപോകാനുള്ളതാണ്. ഇന്നിപ്പോൾ ഇന്നലെ വിപണി കൊണ്ടുപോകാനുള്ളതാണിത്. മുകളിൽ ഇരുന്നതിൻ്റെ ബാലൻസ് കൈതച്ചക്ക ഇനി ഉണ്ട്, താഴെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇതാണ് ഫ്രണ്ട്. അപ്പോൾ മുകളിലത്തത് ഇപ്പോൾ വണ്ടി കയറ്റി, ഇനി ഇതൂടെ കയറ്റി താഴത്തേടെ എടുത്ത് പിന്നെ പോവാണ്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ കൊല ഇനിയും താഴെ വീട്ടിൽ ഇരിപ്പുണ്ട്. അതാണ്ട് ഇതാണ് കൊല. വലിയ കൊലയായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറിയ കൊലയാണ്. പണ്ട് വലിയ കൊലയൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഇതാണ് കൊല.